ഹലോ നമസ്കാരം. അബ്ലോ ക്ലെൻസിങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അടുത്തറിയാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെത്തിയിരിക്കുന്നത് തിരൂരിലെ പുറത്തൂർ എന്ന ഗ്രാമത്തിലെ കലൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഒരു മിടുക്കനാണ്. 23 വയസ്സേ ഉള്ളൂ. ആകാശ് എന്നാണ് പേര്. 23 വയസ്സേ ഉള്ളൂ. നിസ്സാരക്കാരനല്ല. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ CEO ആയി മാറിയിരിക്കുകയാണ്. ശരിക്കും എന്താണ് ഈ 23ാമത്തെ വയസ്സിൽ ഇത്തരത്തിലൊരു കമ്പനിയുടെ CEO ആയി മാറാനുണ്ടായ ഒരു സാഹചര്യം? കാര്യം ഞാൻ വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്. നമ്മളിപ്പോൾ 23 വയസ്സെന്നൊക്കെ പറയുമ്പം കോളേജിലൊക്കെ പോകുന്നു, അത്യാവശ്യം പ്രേമിച്ച് ലൈനടിച്ച് നടക്കുന്നു, വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. പിന്നീടാണ് ഒരു ജോലി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇത്രയും ഒരു ചെറുപ്രായത്തിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ CEO ഒക്കെ ആയി മാറുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. എന്താണ് ശരിക്കും അതിനുണ്ടായ ഒരു സാഹചര്യം? സാഹചര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു പണം തന്നെ ആയിരിക്കും മോട്ടീവ്. പണം മോട്ടീവാണ്, നമ്മൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മോട്ടീവാണ്. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു വലിയൊരു ബ്രാൻഡ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മളേതായിട്ടുള്ളൊരു കയ്യൊപ്പ് പതിപ്പിക്കാൻ പറ്റണം എന്നുള്ള കുറച്ച് ചെറിയ ചെറിയൊരു ആഗ്രഹങ്ങൾ. എൻ്റെ ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കാനുള്ള ഫ്യൂവൽ. അപ്പോൾ ആ രീതിയിൽ അതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ CEO അങ്ങനെ വലിയ ആഗ്രഹങ്ങൾ കൊണ്ടല്ല, എനിക്കൊരു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളിൽ നമ്മളേതായുള്ള നമ്മൾ അതിൽ നമ്മളെ സിഗ്നേച്ചർ വരണം എന്നുള്ള അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളുകൊണ്ടാണ്. പിന്നെ ഇപ്പം എങ്ങനെ കമ്പനിയിലേക്ക് എത്തി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് എത്തി എന്നൊക്കെ നോക്കുമ്പോൾ അത് ഒരു കുറച്ച് കാലം പുറകോട്ട് പോകണം, ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളത്. ഞങ്ങൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛൻ ഒരു ടൈലർ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടൈലറിങ് അല്ല, ഇപ്പോൾ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അച്ഛൻ ഗൾഫിൽ സൗദിയിൽ ടൈലറിങ് ആയിരുന്നു, സ്വന്തമായിട്ട് ഷോപ്പ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട്. പിന്നീട് അച്ഛൻ അവിടെ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ കുറച്ച് അസുഖങ്ങൾ കാരണം തിരിച്ച് നാട്ടിലേക്ക്. ഇപ്പോൾ പിന്നീട് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഏട്ടൻ ഡിഗ്രിക്ക് പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് പിന്നെ അച്ഛന് പശുക്കൾ മേടിക്കണം, പശു വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ തുടങ്ങി. പിന്നെ പാല്, തൈര് എന്നുള്ള രീതിയിലേക്ക് എത്തി. പിന്നീട് ഞാൻ 8ാം ക്ലാസ് മുതൽ എൻ്റെ ഡിഗ്രി വരെയും ഏട്ടൻ്റെ ഇതുമെല്ലാം ഈ പശുക്കളിൽ ചെറിയൊരു ഫാമാണ്, വലിയ ഒരു 7 പശുവൊക്കെ വരുന്ന. അതിൽ നമ്മൾ പശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പശുവിൽ നിന്ന് പാല് എടുത്തുള്ള വീടുകളിലേക്ക് കടകളിലേക്കൊക്കെ തൈര് കൊടുത്ത് സപ്ലൈ, അതായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു ചെറുകിട സംരംഭം അങ്ങനെ. അപ്പോൾ അതിന്ന് നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പശുവിൻ്റെ തൈര് ആയതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേക ടേസ്റ്റാണ്, ഒരുപാട് കട്ടി ഉണ്ടാവില്ല, നാച്ചുറലാണ് കുറച്ചുകൂടി. അപ്പോൾ ഒരാൾ മേടിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്കതൊരു നമുക്ക് പല കാര്യങ്ങളായിരിക്കും ലഹരിയായി മാറുക. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ വീണ്ടും കേൾക്കണം, അല്ലെങ്കിൽ എല്ലാവരും നല്ല അഭിപ്രായം പറയണം. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ഇതിനെ സംസാരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മളെ പ്രൊഡക്റ്റുകളായിരിക്കും സംസാരിക്കുക. അപ്പം അതാണ് നമ്മളൊരു മോട്ടീവ്. അല്ല, അപ്പം ഞാൻ ചോദിക്കാം, ഇപ്പം നമ്മൾ ഈ പശുവിൻ്റെ തൈര് പാലും ഒക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു ചെറുകിട സംരംഭമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ ഒരു ക്ലിൻസിങ് പ്രോഡക്ട്സ് വിൽക്കുക എന്ന് പറയുന്നത്. ശരിക്കും അതെന്താണ് അങ്ങോട്ട് മാറി ചിന്തിക്കാനുണ്ടായ കാര്യം? അത് പശു കാര്യങ്ങളൊക്കെ 8ാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. പിന്നെ എനിക്ക് ഈ പാലെന്തൊക്കെ ഒരു ബ്രാൻഡ് ആക്കണമെന്നുണ്ട്. അപ്പം അതിനൊരു നല്ല എമൗണ്ട്, നല്ല ഇപ്പം എല്ലാവരും ചെയ്യുന്നതിനെക്കാട്ടും വേറൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എത്താൻ നമുക്ക് നല്ലൊരു എമൗണ്ട് കാര്യങ്ങളൊക്കെ വേണം. അത് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മൾ റീപാക്കിങ്, പിന്നെ നമ്മൾ ചില ഹോൾസെയിൽസ് കാര്യങ്ങൾ, നമ്മൾ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഹോൾസെയിലായിട്ട് എടുത്ത് അത് വീടുകളിലേക്ക് എത്തിച്ചു. പിന്നെ ചില MLMകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹൈ ലോൺ കാര്യങ്ങളൊക്കെ. അല്ല, അപ്പോൾ ഫുള്ള് ഒരു ബിസിനസ് മൈൻഡ് ആയിരുന്നു. എന്താ പഠിച്ചത്? ഏത് കോഴ്സാണ് പഠിച്ചത്? BCom ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ സപ്ലി മേടിച്ചിട്ടാണ് തിരിച്ചിറങ്ങിയത്. അങ്ങനെ ഒരു സപ്ലി മേടിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്കിനിയിപ്പോൾ അങ്ങനെ ഇത് പഠിച്ചൊരു ജോലി അതൊക്കെ ഒരു ഡിഫിക്കൽട്ടാണ് തോന്നിയിട്ടുണ്ട്? സപ്ലി മേടിച്ചത് കോളേജിൻ്റെ പ്രശ്നം കൊണ്ടോ അതൊന്നുമല്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് ജോലിക്ക് വേണ്ടി നടക്കാൻ താല്പര്യമില്ലായിരുന്നു. എനിക്ക് എൻ്റേതായുള്ള സംരംഭം സ്റ്റാർട്ട് ചെയ്യണം. ആ സമയത്ത് ഞാൻ കോളേജിൽ പോവാതെ വീട്ടിലിരുന്ന് സോപ്പ് ഉണ്ടാക്കലും പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കോളേജിൽ പോകാൻ വലിയ താല്പര്യം ഇല്ല. നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ, നമുക്ക് ഇവിടെ ഒരു വലിയൊരു ലഹരി കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകാൻ പാടാണ്. അപ്പോൾ എല്ലാവരും ഞാൻ പഠിക്കുന്നത് തെറ്റാ അല്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ. എനിക്കത് നടക്കുന്നില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക്
ചെയ്യണം, പഠിക്കണം, ഇനിയും തുടർന്ന് പഠിക്കണം, ബാക്കിയുള്ള സപ്ലൈ എടുക്കണം, പിന്നെ PG. ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് എഡ്യൂക്കേഷൻ കൊണ്ട് കുറച്ച് ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു MBA കാര്യങ്ങളൊക്കെ പഠിച്ച് കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരും. കാരണം എനിക്ക് ലാംഗ്വേജ് സ്കിൽ വളരെ കുറവാണ്. അത് നമ്മുടെ നാട്ടിൽ മാത്രം നിന്നതുകൊണ്ടും കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്കൊരാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇംഗ്ലീഷ് ഒരുപാട് സംസാരിക്കണം, അപ്പോൾ വലിയ ആളാവും, അങ്ങനെയല്ല. നമുക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഏറ്റവും ബെസ്റ്റ് ആണ്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കും, അത് എവിടെ പോയാലും നമ്മൾ ജീവിക്കും. ഈ അബ്ലോയുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്തായിരുന്നു? ബാർ സോപ്പ്. നമ്മൾ ഡിറ്റർജന്റ് കേക്ക് ഉണ്ടല്ലോ, ആ സോപ്പ്. അതും അതിലും നമ്മളതായിട്ടുള്ള ഒരു വ്യത്യാസം കൊണ്ടുവന്നുണ്ട്. ആക്ച്വലി അത് എന്തായിരുന്നു അതിന്റെ ബിഗിനിങ് സ്റ്റേജ്? എവിടെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? ഈ സോപ്പിലേക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെ പലതും ചെയ്ത് നടക്കുമ്പോൾ അത് നിനക്ക് എന്താണോ നല്ലത് അത് നീ ചെയ്യുക, അല്ലെങ്കിൽ നിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്യുക. എനിക്കിങ്ങനെ ബ്രാൻഡാവണം, കാര്യങ്ങളാവണം എന്നുള്ള രീതിയിലായിരുന്നു. ബ്രാൻഡ് എന്ന് വെച്ചാൽ PSA എന്നുള്ളൊരു എന്താ പറയുക, ഒരു കോർപ്പറേറ്റ് രീതിയിലേക്ക് നമുക്ക് വളരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. PSA എന്നുള്ളതൊരു ചെറിയ നമ്മളൊരു ഫാമിലി എന്നുള്ളതിനൊരു നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു പേര് മാത്രമാണ്. പക്ഷെ അതിൻ്റെ കീഴിൽ PSA എന്ന് പറഞ്ഞതിൻ്റെ കീഴിൽ ഒരുപാട് സംരംഭങ്ങളും ഒരുപാട് സ്റ്റാഫുകളും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, ഒരു എക്കണോമി വളർത്താൻ പറ്റണം. പിന്നെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അമ്പലം പോലെയാണ്. ഒരു നാട്ടിലൊരു അമ്പലം ഉണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ആ നാട് വളരും. ശരിയാ, നമ്മൾ ഭക്തി കാര്യങ്ങളല്ല, അതെ മനസ്സിലായി. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആളുകൾ ജീവിക്കുന്നു. ഇപ്പോൾ ഒരു ഉത്സവം വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക്. അതുപോലെ നമുക്കൊരു സോഷ്യൽ ഒരു കമ്മിറ്റ്മെൻറ്റ്സും കൂടിയുള്ള കാര്യമാണ് ബിസിനസ്. വർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ സാലറി മേടിക്കുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു, കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് കുറച്ചുകൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ബിസിനസ്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അബ്ലോ ക്ലിൻസിങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വലിയ ഉന്നതങ്ങളിലെത്തട്ടെ. താങ്ക് യു. അബ്ലോ ക്ലിൻസിങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അടുത്തറിയാമിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സെഗ്മെൻറ്റിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.